നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ജൂൺ 13 ശനിയാഴ്ചയാണ്. ഇടവം 30. ഇവിടെ ഇന്നും മഴയൊക്കെ കാര്യമായി പെയ്യുന്നുണ്ട്. എല്ലായിടത്തും പുലർച്ചെ ഒരു മഴയുണ്ട്. പക്ഷേ ഇന്ന് വടക്കൻ കേരളത്തിലാണ് കാര്യമായ മഴ മുന്നറിയിപ്പുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായിരുന്നു ഇന്ന് കുറച്ചുകൂടി ശക്തമായ മഴ പെയ്യുക. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ മഴയുടെ ശക്തി കുറയും. നാളെ കൂടിയാണ് കാര്യമായി ജില്ലകളിലൊക്കെ മഴ കൂടുന്നതനുസരിച്ച് പകർച്ചവ്യാധി ഭീഷണിയിൽ കൂടിയാണ് കേരളം. അങ്ങനെ പനിബാധിതരുടെ എണ്ണം, പലതരത്തിലുള്ള പനിബാധിതരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുക. പനി ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് അല്ലേ? പലവിധം പനികൾ, നിപ്പ, ഒപ്പം ഷിഗല്ല ആശങ്കയുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകൾ, അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. നിർണായകമായ ചില കേസുകളിലെ തുടർ നടപടികൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഗൺമാന്മാരുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് ഗൺമാന്മാരുമായി തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ഇന്റർനാഷണൽ വാർത്തകളും സ്പോർട്സ് വാർത്തയും, പ്രത്യേകിച്ച് ഫുട്ബോളിൽ ഇന്ന് ഒരു ചരിത്രം പിറക്കുമോ എന്ന് മലയാളികൾ കാത്തിരിക്കുന്ന ദിവസം കൂടിയാണ്. അതെന്താണെന്നൊക്കെ വിശദമായി പറയാം. നമ്മളിനി വിശദമായ വാർത്തകൾ നോക്കുകയാണ്. നിപ്പ ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ക്വാറന്റീനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. നിലവിൽ 87 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അനീഷ് ദേവസ്യമുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നിപ്പ ബാധിച്ച് 43-കാരൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ചികിത്സയിലുള്ളത്. ഇന്ന് ഏറെ നിർണായകം ഈ ക്ലോസ് കോണ്ടാക്റ്റിലുണ്ടായ ആളുകൾ, ഹൈറിസ്ക് വിഭാഗത്തിലുള്ള അടക്കമുള്ള ആളുകളുടെ പരിശോധനാ ഫലമാണ് ഇന്ന് വരാനിരിക്കുന്നത്. ഗോകുൽ, പ്രവിത, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോഴും അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതേസമയം ഈ ക്വാറന്റൈനിലുണ്ടായിരുന്ന 3 പേരെ കൂടെ നിരീക്ഷണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയിരുന്ന ഒരു 77 പേരുടെ ഒരു സമ്പർക്ക പട്ടിക മിനിഞ്ഞാന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ 10 പേരെ കൂടി ഈ സമ്പർക്ക പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഈ ഹയസ്റ്റ് റിസ്കിൽ 4 പേരും ഹൈ റിസ്കിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരുമാണുള്ളത്. ആകെ മൊത്തം ഈ സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ 87 പേരാണ് ഉള്ളത്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഈ രാമനാട്ടുകരയിൽ ഈ നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിൽ ഈ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ 12 പേർക്ക് പനിയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കാർക്കും ഈ നിപ്പയുടെ രോഗലക്ഷണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സമ്പർക്ക പട്ടികയിൽ 87 പേരാണുള്ളത്. ഇവർ ഇപ്പോൾ ക്വാറന്റൈനിലാണ്. ഈ കൺട്രോൾ റൂമിൽ നിന്നും ഈ ദിവസേന 2 പ്രാവശ്യം ഇവരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നും വിദഗ്ധർ ഇന്ന് കോഴിക്കോട് പരിശോധനയ്ക്കായി എത്തും. ഗോകുൽ, പ്രവിത. ശരി, അതാണ് അനീഷ് ദേവസ്യ നൽകുന്ന വിവരം. ഇപ്പോഴും വെന്റിലേറ്ററിലാണ് 43-കാരനായ നിപ്പ ബാധിതൻ ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ അതേസമയം തന്നെ ക്വാറന്റീനിൽ കഴിയുന്നവരും അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിൽ കാണുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആശ്വാസകരം കൂടിയാണ്. തീർച്ചയായും ഇനി സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ അത് വ്യാപകമാണ്. 5 ദിവസത്തിനുള്ളിൽ 10,000-ന് മുകളിലാണ് പനിബാധിതരുടെ കണക്ക്. ഇന്നലെ മാത്രം 18 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഷിഗല്ലയ്ക്കൊപ്പം ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം, വെസ്റ്റ് നൈൽ എന്നിവയാണ് പടർന്നു പിടിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ നടപടികൾ ഫലപ്രദമല്ല എന്ന് വിമർശനമുണ്ട്. ഇതിനിടെയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ മാറ്റിയത്. അഡീഷണൽ ഡയറക്ടറായ ഡോക്ടർ V മീനാക്ഷിക്കാണ് പകരം ചുമതല. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘന, ഗുഡ് മോർണിംഗ്. പറയാനുള്ളത് അത്ര നല്ല വാർത്തയല്ല. കേരളത്തിൽ നിറയെ പനികളാണ്. അത് ഏതൊക്കെ തരം പനികളില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പറയേണ്ടതെന്ന് തോന്നുന്നു. മേഘന, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? മാത്രമല്ല ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയിട്ടുണ്ട്. ഡയറക്ടറെ മാറ്റിയാൽ മാത്രം തീരുന്നൊരു പ്രശ്നമാണോ ഇത്? പ്രവിത,
ഗോകുൽ, കാലവർഷ മഴ തുടരുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധി ഭീഷണി കൂടി കേരളത്തിൽ ഉണ്ടാകുന്നത്. അതീവ ജാഗ്രത വേണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു നിർദ്ദേശമായി വരുന്നത്. അത് വെള്ളം കുടിക്കുന്നത് മുതൽ അങ്ങോട്ടേക്ക് ജാഗ്രത വേണമെന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുകയും ചെയ്യുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിഗല്ല, വെസ്റ്റിനിൽ, അതുപോലെ തന്നെ എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധികളാണ് ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പല ആശുപത്രിയിലും ഇത്തരം ലക്ഷണങ്ങളുമായി ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ മാത്രം 18 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. വയനാട് 7 പേർക്കും, അതുപോലെ തന്നെ തിരുവനന്തപുരവും മലപ്പുറവും തൃശൂരും കോഴിക്കോടും അടക്കമുള്ള ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെസ്റ്റിനിലും ഇന്നലെ ആലപ്പുഴയും എറണാകുളവും തൃശൂരും അടക്കമുള്ള ജില്ലകളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 56 പേർക്കാണ് ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. അതുപോലെ തന്നെ 11 പേർക്ക് എലിപ്പനിയും 24 പേർക്ക് മഞ്ഞപ്പിത്തവും 94 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് കണക്ക്. ഈ കണക്ക് നോക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നുണ്ട്. പക്ഷേ വലിയൊരു ഭയത്തിന്റെ ആവശ്യമില്ല, പക്ഷേ ജാഗ്രത വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. അതിനിടയിലാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ഈ മരുന്ന് ലഭ്യമല്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം ഉന്നയിച്ചത്. കാരണം ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് നിപ്പ അടക്കമുള്ള കാര്യങ്ങളിൽ ആശുപത്രിയിൽ നിന്ന് മരുന്ന് ലഭ്യമല്ല എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ പറയുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ ഈ മരുന്നുകളടക്കം ആശുപത്രികളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിലാക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം പറയുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിട്ടുള്ള KJ റീനയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അതിൽ പറയുന്നത് റീന 3 വർഷ കാലാവധി പൂർത്തിയാക്കി, അതുകൊണ്ട് മാറ്റുന്നു. അതുപോലെ തന്നെ 15 ദിവസത്തെ അവധി ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ നിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ V മീനാക്ഷിയാണ് പുതിയ DHS ചുമതലയുള്ളത്. അതിൽ ഈ ഒരു പകർച്ചവ്യാധികളൊക്കെ പടരുന്ന ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയതടക്കം വലിയ വിമർശന വിധേയമാകുന്നുണ്ട്. അതിൽ ഈ ഒരു പകർച്ചവ്യാധിയുടെ സമയത്ത് 15 ദിവസത്തെ അവധി ചോദിച്ചത് കൊണ്ടാണ് മാറ്റിയത്. അത് മന്ത്രിയുടെ ഇടപെടലിലൂടെയാണ് ഒരു മാറ്റം ഉണ്ടായത് നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിവരമായി വരികയും ചെയ്യുന്നത്. എന്തായാലും ഇത്രയധികം സമ്പത്തുള്ള റീനയാണ് ഈ ഒരു പകർച്ചവ്യാധിയുടെ സമയത്ത് ഇതിനിടയിൽ മാറ്റിയിട്ടുള്ളത്. അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള V മീനാക്ഷിയാണ് ഇപ്പോൾ പുതിയ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത വേണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ പകർച്ചവ്യാധികൾ തടയാൻ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്താനും ശ്രദ്ധ വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ശരി, മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പനികൾ പല വിധത്തിലുണ്ട്. അപ്പോൾ ഓരോ പനിയുടെ ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അത് കണ്ട് തന്നെ എല്ലാം ഒരു സാധാരണ പനിയെന്ന് ആരും നിസ്സാരമായി കരുതരുത്. മറ്റ് ലക്ഷണങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും ഒപ്പം തന്നെ വൈദ്യസഹായം തേടുകയും വേണം. കരുത്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന് ആവർത്തിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അതിനിടയിലാണ് ആരോഗ്യവകുപ്പിലെ പ്രധാന ചുമതലകളിലെ മാറ്റവും വരുന്നത്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ ചോദ്യം ചെയ്യൽ ഇന്ന് അവസാനിക്കും. 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ പ്രധാന ചോദ്യങ്ങളോട് പൂർണ്ണ നിസ്സഹകരണമാണ് പ്രതികൾ പുലർത്തിയത്. മർദ്ദിക്കാൻ ഉപയോഗിച്ച ലാത്തിക്ക് സമാനമായ ചൂരൽവടി എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. വകുപ്പ് നൽകിയ ലാത്തിയാണെന്നും യാത്ര സമാപിച്ചപ്പോൾ പോലീസ് ആസ്ഥാനത്ത് തിരികെ ഏൽപ്പിച്ചെന്നുമുള്ള മൊഴി പ്രതികൾ ആവർത്തിക്കുമ്പോൾ അത് പൂർണ്ണമായും തള്ളുകയാണ് SIT. മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. മർദ്ദനം നടന്ന ആലപ്പുഴ ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ പ്രതികളെ എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും. ചോദ്യം ചെയ്യലിലെ നിസ്സഹകരണം കോടതിയെ ധരിപ്പിക്കാനാണ് SIT തീരുമാനം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായുള്ള സമാധാന കരാറിലേക്ക് ഏറെ അടുത്തുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. കരാർ അന്തിമമാകും വരെ ഉള്ളടക്കം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടരുതെന്നും അരക്ചി പ്രതികരിച്ചിട്ടുണ്ട്. അരക്ചിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഷെയർ ചെയ്തിട്ടുണ്ട്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. ഏറെ പ്രതീക്ഷയുടെ ഒരു ദിനമാണ് ഇനി വരാനിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ ഒരു സുപ്രധാനമായ കരാറിൽ, സമാധാനത്തിന്റെ കരാറിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഒരു നീക്കമെന്നത് അരക്ചിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതുവരെ അമേരിക്കയുടെയും ട്രംപിന്റെയും ഒക്കെ അവകാശവാദങ്ങളെ മുഴുവൻ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അതിനെല്ലാം ഇതെല്ലാം കളവാണ്, തെറ്റാണെന്ന് പറയുന്ന അരക്ചി തന്നെ ഇതാ കരാറിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു ശുഭസൂചനയായി കാണണ്ടേ? ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിധ. തീർച്ചയായിട്ടും US ഇറാൻ തമ്മിൽ ഒരു പ്രാഥമിക ധാരണയിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സമാധാന കരാറിന്റെ വ്യവസ്ഥകൾ
പൂർണ്ണമായിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. എന്നാലും കരാർ ഒപ്പിടുവാൻ വളരെ അടുത്തെത്തിയിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്നെയാണ് നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വാരാന്ത്യത്തിൽ തന്നെ, അതായത് വരും ദിവസങ്ങളിൽ തന്നെ ഈ കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൂചന നൽകുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിച്ച് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാൻ മേലെ ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം അത് നീക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കരാറിലെ പ്രധാന വ്യവസ്ഥകളായിട്ട് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ ആണവായുധങ്ങൾ വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് സ്വന്തമാക്കുകയോ ചെയ്യില്ലെന്നുള്ള ഇറാന്റെ ആ പഴയ നിലപാട് അത് അവർ വീണ്ടും ആവർത്തിക്കും. എന്നാൽ ഈ ഇറാന്റെ ആണവ പരിപാടിയുടെ ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലായിരിക്കും ഇത് തീരുമാനിക്കുക. ഏതാണ്ട് 60 ദിവസത്തോളം ഈ ചർച്ചകൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ചർച്ചകളിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയായിട്ടുണ്ടെന്നും ഈ കരാറിന്റെ അന്തിമ രൂപം സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോൾ ഇറാനിൽ നടക്കുകയാണെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഈ കരാറിന്റെ ഭാഗമായി ഇറാന് പണമൊന്നും നൽകുന്നില്ലെന്നും നിബന്ധനകളൊക്കെ പാലിച്ചാൽ മാത്രമേ ഭാവിയിൽ എന്തെങ്കിലും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാകൂ എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. JD വാൻസ് ആയിരിക്കും ഒരുപക്ഷെ ഈ കരാർ ഒപ്പിടാനായിട്ട് അമേരിക്കയെ പ്രതിനിധീകരിച്ച് പോകാൻ സാധ്യതയുള്ളത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കരാർ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് വാൻസ് പറയുന്നത്. അതേസമയം ഈ കരാർ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന കരാറിന്റെ കരട് രൂപം അതൊന്നുമല്ല, ഇത്തരം ഊഹാപോഹങ്ങളിൽ നിന്ന് മാറണമെന്ന് രണ്ട് രാജ്യത്തിന്റെയും പ്രതിനിധികൾ പറയുന്നുണ്ട്. അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ കരാറിൽ തങ്ങൾ കക്ഷിയല്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് മാത്രമല്ല, ലെബനനിൽ നിന്ന് പിന്മാറാൻ ഒരു പദ്ധതിയുമില്ലെന്നാണ് ഇസ്രായേൽ ഗവൺമെന്റിന്റെയൊക്കെ നിലപാട്. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫും അദ്ദേഹമാണ് ഇതിന് പ്രധാനമായിട്ടും മധ്യസ്ഥത വഹിച്ചത്. ഈ കരാർ അന്തിമ രൂപത്തിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കരാർ ഒരുപക്ഷെ സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരിക്കും ഒപ്പിടുവാനുള്ള സാധ്യത. സ്വിറ്റ്സർലൻഡ് ഇതിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഗോകുൽ പ്രവിധ. ശരി, അങ്ങനെ ജനീവ ഒരു സുപ്രധാനമായ സമാധാന കരാറിന് ഒപ്പുവെക്കലിന് സാക്ഷ്യം വഹിക്കും, അതിന് വേദിയാകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇറാന്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരുന്ന പ്രതികരണം അത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇതുവരെയും കരാർ സംബന്ധിച്ച് ഒരു ധാരണയും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ഇറാനാണ് കരാറിലേക്ക് അടുക്കുന്നു, കയ്യെത്തും ദൂരത്താണ് കരാർ എന്നൊക്കെ അബ്ബാസ് അരക്ചി വിദേശകാര്യ മന്ത്രി പറയുന്നത്. അത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഉടൻ തന്നെ കരാർ സാധ്യമാകട്ടെ. ഞായറാഴ്ച നല്ല ദിവസമാകട്ടെ. അല്ലേ? ഇനി കോഴിക്കോടേക്ക് പോകുന്നു. ഫൈബർ വള്ളത്തിൽ പൊട്ടിത്തെറി. ഫറോക്ക് പഴയ പാലത്തിന് സമീപമാണ് ഫൈബർ വള്ളത്തിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. അനീഷ് ദേവസ്യമുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഈ വള്ളത്തിൽ പൊട്ടിത്തെറി അപകടമുണ്ടാകുന്നു, ആ അപകടത്തിൽപ്പെട്ടവരെ കരക്കെത്തിക്കാൻ സാധിച്ചോ? എന്താണ്, ഈ പാചകവാതക ഗ്യാസാണോ പൊട്ടിത്തെറിച്ചത്? ഗൂഗിൾ പ്രവിധ, കോഴിക്കോട് ഫറോക്കിലാണ് ഫൈബർ വെള്ളത്തിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. സുനിൽ ശബരിയാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ തിരുവനന്തപുരം സ്വദേശികളാണ്. ഇവരിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലവ് ഇന്ത്യ എന്ന ഫൈബർ വെള്ളത്തിൽ ഭക്ഷണം പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറാണ് ഇന്നലെ വൈകുന്നേരം രാത്രി 11 കൂടി പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഗോകുൽ പ്രവിധ. ശരി, അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ബാക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് പൊതുവെ മഴ കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്ത ബംഗാളിൽ നിന്ന് വരുന്നത് തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി അതിരൂക്ഷമെന്നുള്ളതാണ്. ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിമത എംപിമാർ മറ്റന്നാൾ ലോക്സഭാ സ്പീക്കറെ കാണും. അതിനു മുൻപ് നാളെ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയായും നേതാക്കൾ ചർച്ച നടത്തും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, മമതയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനുനയത്തിനും വഴങ്ങുന്നില്ല. എംപിമാർ കടുത്ത നിലപാടിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്ന നേതാക്കൾ തന്നെ, കല്യാൺ ബാനർജി അടക്കം, അല്ലെങ്കിൽ ഇത്തരത്തിലെ അനുനയം വേണം, അല്ലെങ്കിൽ വിമതർ ഒപ്പം നിൽക്കണമെന്നൊക്കെ നിലപാടെടുത്തവർ പോലും എതിർപക്ഷത്തേക്ക് പോവുകയാണ്. അഭിഷേകിനെ വിട്ടൊരു കളിയില്ല എന്നതാണോ മമതയുടെ ഇപ്പോഴത്തെ നിലപാട്?
ഗോകുൽ പ്രവിത, ഈ മമതാ ബാനർജി അന്വയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്രത്തോളം നേതാക്കൾ, ഏറ്റവും വിശ്വസിച്ചിരുന്ന നേതാക്കൾ പോലും മമതയെ വിട്ടൊഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ഇപ്പോൾ 20ഓളം പേർ വിമത ക്യാമ്പിലുണ്ട് ലോക്സഭാ എംപിമാരിൽ എന്നാണ് വിമതപക്ഷം അവകാശപ്പെടുന്നത്. അവർ തിങ്കളാഴ്ച ലോക്സഭാ സ്പീക്കറെ കണ്ട് NDA പക്ഷത്തോടൊപ്പം ബ്ലോക്ക് ആയിരിക്കാൻ അനുമതി നൽകണം എന്ന് ആവശ്യപ്പെടും. അതിനു മുമ്പായി നാളെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഡൽഹിയിൽ എത്തുന്നുണ്ട്. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ 20ഓളം എംപിമാർ പങ്കെടുക്കുമെന്നാണ് വിമതപക്ഷം അവകാശപ്പെടുന്നത്. അതേസമയം മമതയോടൊപ്പമുള്ള വിഭാഗം അവകാശപ്പെടുന്നത് വിമത എംപിമാർ 20 പേർ ഇല്ല, മറിച്ച് അത് 12നും 16നും ഇടയ്ക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം വിമതരുടെ പട്ടിക, അവർ ഒപ്പുവെച്ച പട്ടിക പുറത്ത് വിട്ടത്. എന്നാൽ അതിൽ പല ഒപ്പുകളും യാഥാർത്ഥ്യമല്ല എന്നും നേരത്തെ തന്നെ തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് എംപിമാരുടെ ഒപ്പുകൾ വിമതപക്ഷത്തെ നേതാക്കൾ തന്നെ വ്യാജമായി ഉപയോഗിച്ചതാണ് എന്നുമുള്ള അവകാശവാദമാണ് മമതാ പക്ഷത്തുള്ള എംപിമാർ അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കീർത്തി ആസാദ് MP ഭീഷണിപ്പെടുത്തിയാണ് വിമതപക്ഷത്തേക്ക് എംപിമാരെ കൊണ്ടുപോകുന്നത് എന്നും അവർക്ക് കായികമായി നേരിടുമെന്നും ഒപ്പം തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് വീട് ആക്രമിക്കാൻ തുടങ്ങിയ ഭീഷണികൾ നടത്തുന്നുണ്ട് എന്നുമുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും 23 വരെ എംപിമാർ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തും എന്ന അവകാശവാദം വിമത വിഭാഗം ഇതിനകം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ തങ്ങൾ ഈ BJPയോടൊപ്പം NDA പക്ഷത്ത് നിന്നാൽ മാത്രമേ സംസ്ഥാനത്തിന്റെ വികസനത്തിന്, ജനങ്ങളുടെ ഗുണത്തിന് ആവശ്യമായ സഹകരണം ഉണ്ടാകൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ NDA പക്ഷത്തേക്ക് മാറുന്നത് എന്നുള്ളതാണ്. അതേസമയം മമതാ ബാനർജി തന്നോടൊപ്പം നിൽക്കുന്ന എംപിമാരെ ചേർത്ത് നിർത്താനുള്ള അവസാന ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിമത വിഭാഗത്തിന് 19 എംപിമാർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം ബാധകമായി മാറും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ, ആ സംഖ്യ ഒഴിവാക്കാനുള്ള ശ്രമം മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതേസമയം അഭിഷേക് ബാനർജിയെയാണ് വിമതപക്ഷത്തേക്ക് നീങ്ങുന്ന എംപിമാർ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുന്നത് എങ്കിലും അഭിഷേകിനെ കൈവിടാൻ ഇതുവരെയും മമത തയ്യാറായിട്ടില്ല. കേരളത്തിലെ പ്രമുഖ വസ്ത്രവ്യാപാര ശൃംഖലയായ രാംസൺ ധോത്തീസ് ആൻഡ് ടെക്സ്റ്റൈൽസിന്റെ ബ്രാൻഡ് അംബാസഡറായി നടൻ മോഹൻലാൽ. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ പ്രവീൺ കുമാറാണ് സുപ്രധാന ചുവടുവയ്പ് പ്രഖ്യാപിച്ചത്. ഉപഭോക്താക്കളുടെ മാറിവരുന്ന ട്രെൻഡുകൾക്കും അഭിരുചികൾക്കും അനുസരിച്ച് തയ്യാറാക്കിയ വെഡ്ഡിംഗ് കളക്ഷനുകളും പ്രീമിയം കളക്ഷനുകളും ചടങ്ങിൽ അവതരിപ്പിച്ചു. മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന പരസ്യചിത്രത്തിന്റെ നിർമ്മാണവും ഉടൻ പൂർത്തിയാകും. വിപണി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഡീലേഴ്സ് മീറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് കോപ്സ് ബെഞ്ച്മാർക്ക് ഓപ്പറേഷൻ മാനേജർ ശ്രീറാം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 MMCയുടെ മൂന്നാമത് സൗജന്യ വെബിനാർ അടുത്ത തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടക്കും. സിനിമാ മോഹവുമായി നടക്കുന്നവർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറുപടി പറയുന്നത് ഹോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ സോഹൻ റോയാണ്. സിനിമയുടെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്നവർ കാലത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വെബിനാറിലൂടെ അറിയാം. ലോകത്തെവിടെ നിന്നും വെബിനാറിൽ പങ്കെടുക്കാം. സംശയങ്ങൾക്ക് ഉത്തരം തേടാം. MMC ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെബിനാറിന് രജിസ്റ്റർ ചെയ്യാം. ആപ്പ് ഇല്ലാത്തവർ ഇവിടെ നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. പ്രവേശനം പരിമിതമായതിനാൽ വേഗം രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. മുഖ്യമന്ത്രിക്ക് വധഭീഷണി എന്നതാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമാണ് ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. ഫോൺ കോൾ വന്നത് കൺട്രോൾ റൂമിലേക്കാണ്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊല്ലുമെന്നും അതുവഴി പ്രശസ്തനാകണമെന്നുമാണ് സന്ദേശം. കണ്ടോൺമെന്റ് പോലീസ് ഏതായാലും കേസെടുത്തിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി VD സതീശനും കുടുംബത്തിനുമാണ് ഇങ്ങനെയൊരു വധഭീഷണി എത്തിയിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊല്ലുമെന്നും അതുവഴി പ്രശസ്തനാകുമെന്നും എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. മേഘനാമറി അല്പസമയത്തിനുള്ളിൽ വിവരങ്ങളുമായി ചേരുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും എന്താണ് ഇതിന് പിന്നെ
നടന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ സന്ദേശം ലഭിച്ചത്, മുഖ്യമന്ത്രി കുടുംബത്തിനെയും കൊല്ലുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നോ, അതോ ഏതെങ്കിലും വഴി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുകയാണോ, എന്താണ് സംഭവമെന്ന് അറിയേണ്ടതുണ്ട്. മേഘന മുരളി വിവരങ്ങളുമായി ചേരുകയാണ്. മേഘന, ഈ സന്ദേശം എവിടെയാണ് എത്തിയത്? ഇപ്പോൾ ആർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ പോലീസിന്? പ്രവിധ, പോലീസ് കൺട്രോൾ റൂമിലേക്കാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ ഫോൺ സന്ദേശം വന്നിട്ടുള്ളത്. ഇതാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിൽ ഈ ഫോൺ നമ്പർ അടക്കം പരിശോധിക്കുകയാണ് നിലവിൽ പോലീസ്. അതിൽ ഈ കൺട്രോൾ റൂമിലേക്ക് വന്ന ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊല്ലും, അതുവഴി തനിക്ക് പ്രശസ്തനാകണമെന്നുള്ളതാണ് ഈ ഭീഷണി സന്ദേശത്തിലൂടെ പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് ആരാണെന്ന് നിലവിൽ കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞിട്ടില്ല. കന്റോൺമെന്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 6238 എന്നീ തുടങ്ങുന്ന നമ്പറിൽ നിന്നാണ് ഫോൺ വന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിലൊരു ഫേക്ക് കോളാണോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു കോളാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇയാളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കന്റോൺമെന്റ് പോലീസ് പറയുന്നത്. കൺട്രോൾ റൂമിലേക്കാണ് ഇന്നലെ രാത്രിയോടുകൂടി ഫോൺ സന്ദേശം വരുന്നത്. മുഖ്യമന്ത്രിയെ കൊല്ലും, അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ശരിയല്ല, മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊല്ലും എന്നുള്ളതാണ് ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. അതുവഴി തനിക്ക് പ്രശസ്തനാവണമെന്ന് കൂടി ഈ ഒരു കോളിലൂടെ പറയുന്നുണ്ട്. ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള കോൾ എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വിചാരിക്കുകയും ചെയ്യുന്നത്. എറണാകുളം ചേരാനല്ലൂരിൽ വിദേശത്തെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇതര സംസ്ഥാനക്കാരുടെ കയ്യിൽ നിന്നും പണം തട്ടിയ കേസിൽ പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. 10ഓളം പേരെയാണ് ഇനിയും പിടികൂടാനുള്ളത്. പശ്ചിമബംഗാൾ സ്വദേശി ഇന്നലെ അറസ്റ്റിലായിരുന്നു. ലിഡിയ ജേക്കബിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഈ ഇതര സംസ്ഥാനക്കാരെ ഇവിടെ നാട്ടിൽ വന്ന് അധ്വാനിച്ച് കേരളത്തിൽ വന്ന് അധ്വാനിക്കുന്ന ഇതര സംസ്ഥാനക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ആരാണ്? അതിൽ മലയാളികളുണ്ടോ? ഗോകുൽ, പ്രവിധ, ഇതിൽ പ്രതികളായിട്ടുള്ളവരെല്ലാവരും തന്നെ ഇതര സംസ്ഥാനക്കാരാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇതര സംസ്ഥാനക്കാരനാണ്. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ പിടിയിൽ ആയിട്ടുള്ളത്. എന്താണ് കേസ് എന്ന് പറഞ്ഞാൽ, ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളെ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കേരളത്തിലേക്ക് എത്തിക്കുകയും ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി വഴി കാനഡയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് അവരോട് പറഞ്ഞത്. അതിനുശേഷം ചേരാനല്ലൂരിൽ ഒരു വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ച ശേഷം ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു. ഏകദേശം 6 ദിവസത്തോളം ഈ ആളുകളെ 7 പേരെ വീട്ടിൽ പാർപ്പിച്ച് തടങ്കലിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ളതാണ്. ഇവരുടെ ബന്ധുക്കളിൽ നിന്നാണ് പണം തട്ടിയത്. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നത്, ഒരു സംഭവം തന്നെയാണ് നടന്നത്. 10ഓളം പേരാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വൻ സംഘമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ട് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാരടക്കം ചേർന്ന് പോലീസിനെ വിവരം അറിയിച്ച പോലീസ് എത്തി ബാക്കിയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്തായാലും കർണാടക, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 7 പേരെയാണ് തടങ്കലിൽ പാർപ്പിച്ചിരുന്നത്. പോലീസ് എത്തി ഇവരെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ ആദ്യം രക്ഷപ്പെട്ട ആളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. തുടർന്നാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീമിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടുന്നത്. എന്തായാലും പോലീസ് ഇതിൽ വ്യാപക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതികളായിട്ടുള്ള ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഏകദേശം 6 ദിവസത്തോളമാണ് ഈ ഇതര സംസ്ഥാനക്കാരെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തി അവരെ കെട്ടിയിട്ടും മർദ്ദിച്ചുമൊക്കെ പണം തട്ടുകയൊക്കെ ചെയ്തത്. ഏകദേശം 30 ലക്ഷത്തോളം രൂപ ഇവരിൽ നിന്നായി തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസ് അതിൽ കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. ഇതര സംസ്ഥാനക്കാരെയാണ് കേരളത്തിലെത്തിച്ച് ജോലിക്ക് വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് തട്ടിപ്പാർത്ത്, അതും ഇതര സംസ്ഥാനക്കാർ തന്നെയാണ് ഇപ്പോൾ അതിൽ പ്രതികളായിട്ടുള്ളത്. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ പോലീസ് നടപടി തുടരുകയാണ്. കസ്റ്റഡിയിലുള്ള 6 പേരുടെ കാലാവധി ഇന്ന് കഴിയും. മുൻ കൌൺസിലർ IP ബിനു അടക്കമുള്ള 6 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ഇന്നലെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. വിവരങ്ങൾ മേഘ്ന മുരളി നൽകും. മേഘ്ന, ഇനിയും കൂടുതൽ സമയം കസ്റ്റഡി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ അന്വേഷണ സംഘം? ഗോകുൽ, ഈ 6 പേർ
കസ്റ്റഡിയിലുള്ള 6 പേരുടെയും തെളിവെടുപ്പടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ഇന്ന് തിരികെ റിമാൻഡിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതിൽ പ്രധാനമായും 25ലധികം ആളുകളാണ് പോലീസ് പിടിയിലാവുകയും അതുപോലെ തന്നെ റിമാൻഡിൽ തുടരുകയും ചെയ്യുന്നത്. അതിൽ 6 പേരെയാണ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തത്. ഇന്നലെ IP ബിനു അടക്കമുള്ള മുൻ കൗൺസിലറായിട്ടുള്ള IP ബിനു അടക്കമുള്ളവരുടെ തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് വഴുതക്കാട് പിണറായി വിജയന്റെ വസതിയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ IP ബിനു അടക്കമുള്ളവരുടെ കേസ് എന്ന് പറയുന്നത് ED ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയപ്പോൾ അവരുടെ വാഹനം ആക്രമിച്ചു, അതുപോലെ തന്നെ അവരുടെ കാഴ്ച മറയ്ക്കും വിധം മുട്ടയെറിഞ്ഞു എന്നുള്ളതാണ് കേസ് വരികയും ചെയ്തത്. അതിലിപ്പോൾ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി, ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി, നിലവിൽ അവരെ തിരിച്ച് ഇന്ന് റിമാൻഡിലേക്ക് വിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പോലീസ് നടപടികളും പുരോഗമിക്കുകയാണ്. പോലീസ് 25ലധികം ആളുകളെ നിലവിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ആളുകളെ പിടികൂടാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരെ പിടികൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ഇനിയും ആളുകളെ പിടികൂടാനുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള തിരിച്ചറിയലും അതുപോലെ തന്നെ പരിശോധനകളും ഒക്കെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ 6 പേരും ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഇവരെയാണ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തത്. അവരുടെ തെളിവെടുപ്പടക്കമാണ് ഇന്നലെ പൂർത്തിയായത്. ശരി മേഘ്ന, ഏതായാലും ED ഉദ്യോഗസ്ഥർ അടക്കം EDക്ക് അഭിപ്രായം ഇത് ഉന്നത നേതാക്കളുടെ കൂടാലോചനയുണ്ട്, അവരുടെ കൂടി പ്ലാനിംഗ് ഉണ്ട്, ഈ ആക്രമണത്തിനുമില്ലെന്നാണ്. അതിലേക്കൊക്കെ അന്വേഷണം പോകുമ്പോൾ കൂടുതൽ നേതാക്കളിലേക്ക് എത്തുമെന്നത് കണ്ടറിയണം. ഏതായാലും പ്രതികളിൽ കസ്റ്റഡിയിൽ വിട്ടവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരുകയാണ്. 6 ദിവസത്തെ വിദേശ പര്യടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രാൻസിലും സ്ലൊവാക്യയിലും പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായും സ്ലൊവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സ്ലൊവാക് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യ സന്ദർശിക്കുന്നത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിൽ നടക്കുന്ന വിവാടെക് സാങ്കേതിക ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ സ്റ്റാർട്ടപ്പുകളെയും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഫ്രഞ്ച് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ RSS മേധാവി മോഹൻ ഭാഗവത് ഇന്നും നാളെയുമായി പങ്കെടുക്കും. തിരുവനന്തപുരം ഉദിയ പാലസ് കൺവെൻഷൻ സെന്ററിൽ ഇന്ന് വൈകിട്ടാണ് ആദ്യ പ്രഭാഷണം. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ ആയിരിക്കും മോഹൻ ഭാഗവത് സംസാരിക്കുക. സദസ്സിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മോഹൻ ഭാഗവത് മറുപടി നൽകും. നാളെ തൃശൂർ പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിലാണ് പരിപാടി. ഇന്നലെ വൈകിട്ടാണ് മോഹൻ ഭാഗവത് തിരുവനന്തപുരത്തെത്തിയത്. ത്രിദിന സന്ദർശനം പൂർത്തിയാക്കി തിങ്കളാഴ്ച മോഹൻ ഭാഗവത് കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മടങ്ങും. ഈ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇലോൺ മസ്ക് എന്നാണ്. അതും ചെറിയ കോടീശ്വരൻ ഒന്നുമല്ല, ഇതുവരെ കണ്ടിട്ടുള്ള കോടീശ്വരന്മാരെ പോലെയും അല്ല. കോടീശ്വരന്മാരിലൊരു റെക്കോർഡ്. അതെ, ലോകത്തെ ആദ്യ ട്രില്യണയർ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും CEO ഇലോൺ മസ്ക്. $1,00,000 കോടി സ്വത്ത് സമാഹരിക്കുന്ന ലോകത്തെ ആദ്യ വ്യക്തി എന്ന നേട്ടമാണ് ഇലോൺ മസ്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. സ്പേസ് എക്സിന്റെ പ്രാഥമിക ഓഹരി വിൽപ്പന വിജയകരമായി പൂർത്തിയായതോടെയാണ് ആസ്തി മൂല്യം $1 ട്രില്യൺ കടന്നത്. IPO വഴി $75 ബില്യൺ മൂല്യമുള്ള ഓഹരികളാണ് സ്പേസ് എക്സ് വിറ്റഴിച്ചത്. കുസാറ്റ് പ്രവേശന പരീക്ഷയിൽ ചരിത്ര വിജയം കുറിച്ച് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ UG PG പ്രോഗ്രാമുകളിലേക്ക് നടത്തിയ പ്രവേശന പരീക്ഷയിൽ വലിയ മുന്നേറ്റമാണ് ബ്രില്യൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ബിടെക് പ്രവേശന പരീക്ഷയിലെ ആദ്യ 10 റാങ്കുകൾക്കൊപ്പം വിവിധ ഇന്റഗ്രേറ്റഡ് PG കോഴ്സുകളിലെ 1ാം റാങ്കുകളും പാലാ ബ്രില്യന്റിന്റെ മിടുക്കന്മാർ സ്വന്തമാക്കി. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല UG PG പ്രോഗ്രാമുകളിലേക്ക് നടത്തിയ പ്രവേശന പരീക്ഷയിൽ പാലാ ബ്രില്യന്റിന്റെ അഭിമാന നേട്ടം. കുസാറ്റ് ബിടെക് പ്രവേശന പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അഭിനവ് അരുൺ, ആലപ്പുഴ നോർത്ത് ആര്യനാട് സ്വദേശി സെയിൽസ് മാനേജറായ അരുൺ ഗോപിനാഥിന്റെയും സരിത സതീഷിന്റെയും മകനാണ്. 2ാം റാങ്ക് കരസ്ഥമാക്കിയ നിവേദ് വേണുഗോപാൽ പാലാ ചാവറ പബ്ലിക് സ്കൂളിൽ +2 പഠനത്തിനൊപ്പമാണ് ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നേടിയത്. 3ാം റാങ്ക് കരസ്ഥമാക്കിയ ആൽഫ്രഡ് ജെൻസൺ മാന്നാനം KE സ്കൂളിൽ +2 പഠനത്തോടൊപ്പം എൻട്രൻസ് പരിശീലനം നേടി. 4ാം റാങ്ക് കരസ്ഥമാക്കിയ ഗോവിന്ദ് വിനോദ്, 5ാം റാങ്ക് കരസ്ഥമാക്കിയ ഗണേഷ് കുമാർ എന്നിവർ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. കുസാറ്റ് ബിടെക് പ്രവേശന പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 10 റാങ്കുകളിൽ 10ഉം 20-നുള്ളിൽ 19ഉം 50-നുള്ളിൽ വന്ന 41 വിദ്യാർത്ഥികളും 100-നുള്ളിൽ 85ഉം പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ പരിശീലനം നേടിയവരാണ്.
കുസാറ്റ് ഇന്റഗ്രേറ്റഡ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷകളിൽ നിവേദ് വേണുഗോപാലൻ, ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രി പരീക്ഷയിൽ നിരഞ്ജൻ എസ്, ഇന്റഗ്രേറ്റഡ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫോട്ടോണിക്സ് പരീക്ഷകളിൽ ലിസ മരിയ മനോജ്, ബയോളജിക്കൽ സയൻസ് പരീക്ഷയിൽ ശ്രേയ രാജ് RS എന്നിവർ ആദ്യ റാങ്കുകൾ നേടി മികച്ച വിജയം കൈവരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ഡയറക്ടർമാരും അധ്യാപകരും ചേർന്ന് അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് 24. ഫുട്ബോൾ ലോകത്തെ വാർത്തകളിലേക്കാണ്. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി അർജന്റീന ആരാധകർ. ഫ്ലെക്സ് ഉയർത്താൻ സ്വരൂപിച്ച പണം ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ ഉപയോഗിച്ചിരിക്കുകയാണ് മലപ്പുറം തെക്കേപ്പുറത്തെ അർജന്റീന ഫാൻസ്. മാതൃകയാവുകയാണ് തെക്കേപ്പുറത്തെ അർജന്റീന ഫാൻസ്. 10,000 മുടക്കി ഫ്ലെക്സ് വെക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നതാണെന്ന് അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. സ്വന്തം നാട്ടിലെ ബഡ്സ് സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണിയാണ് അർജന്റീനൻ ആരാധകർ വിളമ്പിയത്. ഇതിലൊരു വ്യത്യസ്തത വേണമെന്നുള്ള ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഫ്ലെക്സും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അവർ പറഞ്ഞു ഇങ്ങനെ ഗ്രൂപ്പിലൊരു ചർച്ച വന്നു, നമുക്ക് ബഡ്സ് സ്കൂളിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് നമുക്ക് ആഘോഷിച്ചാലോ. അപ്പോൾ ഓക്കെ, നല്ലൊരു അഭിപ്രായം എന്നുള്ളതിൽ നമ്മളത് സ്വീകരിച്ച് തങ്ങളുടെ പ്രവർത്തനം മറ്റുള്ളവർ ഏറ്റെടുത്താൽ സന്തോഷമെന്ന് ആരാധകർ. മുമ്പ് ഇതേപോലെ ഫ്ലെക്സും കാര്യങ്ങളായിട്ട് ഒരു ഫാൻ ഫൈറ്റ് തന്നെ ആയിരുന്നു. അവർ എത്ര ഫ്ലെക്സ് വെക്കുന്ന അതിൻ്റെ ഡബിളായിട്ട് വെക്കാന്നുള്ളത്. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതിനൊരു വ്യത്യസ്ത ഒരു ഇത് നമ്മൾ ചിന്തിച്ച് ഒരു ഫുഡ് വെക്കാന്നുള്ളൊരു ഇതിലേക്ക് മാറി. കാരണം അടുത്ത പ്രാവശ്യം ഇനി ബ്രസീലിനാണെന്നുണ്ടെങ്കിലും പോർച്ചുഗലിനാണെങ്കിലും ഏത് ഫാൻസ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനൊന്ന് ചിന്തിച്ച് ഇതിൽ ഏതൊരു ഫാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു വിജയമല്ലേ. ഭക്ഷണം കഴിച്ച് കുട്ടികൾക്കൊപ്പം ആടിയും പാടിയും സമയം ചെലവഴിച്ചാണ് ഫാൻസ് കളം വിട്ടത്. ഫ്ലെക്സ് വെക്കുന്നതിനെ പൂർണ്ണമായി എതിർക്കുന്നില്ലെന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടി പണവും സമയവും ചിലവഴിക്കണമെന്നുമാണ് തെക്കേപ്പുറം അർജന്റീന ഫാൻസ് പറയുന്നത്. 24 മലപ്പുറം. ഫുട്ബോൾ ഒരു ഹരമാണെന്നും ഫിഫ ലോകകപ്പിൽ ഇത്തവണ ഫ്രാൻസ് കപ്പടിക്കുമെന്നും പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. മുൻപ് ബ്രസീലിനോടും അർജന്റീനയോടുമായിരുന്നു താൽപര്യം. എംബാപ്പയുടെ കളിയാണ് ഫ്രാൻസിനെ ഇഷ്ടപ്പെടാനിടയാക്കിയതെന്നും PK ബഷീർ 24നോട് പറഞ്ഞു. ലോകകപ്പ് അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ലോകകപ്പിന്റെ ഒരു പ്രതീക്ഷ? ലോകകപ്പ് നമുക്ക് ഫുട്ബോൾ നമുക്കൊരു ഹരമല്ലേ. ഞാൻ കഴിഞ്ഞ ലോകകപ്പിന് പോയ ആളാണ്. ഞാൻ ഒരു 6-7 കളി കണ്ടിട്ടുണ്ടായിരുന്നു, ഫൈനലടക്കം സെമി ഫൈനലടക്കം. എൻ്റെ ടീം ഫ്രാൻസാണ്. ഫ്രാൻസ് കപ്പടിക്കും. എന്താ അംശം? നമ്മുടെ ടീം ഫ്രാൻസാണ്. ഇപ്രാവശ്യം കളി കാണാൻ പോകുന്നുണ്ട്. അന്നേരം ഇപ്രാവശ്യം മന്ത്രിയൊക്കെ ആയിട്ടുള്ളത്? മന്ത്രിയായിട്ടല്ല, അത് അമേരിക്കക്ക് ആയതുകൊണ്ട് പോകില്ല. അമേരിക്ക അടിച്ചു പിടിച്ചു പ്രശ്നങ്ങളാണ്. നമ്മുടെ പാട് ഫ്ലൈറ്റിലൊക്കെ പോയാലേ ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റൊക്കെ സമയത്തിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ അത് 3 രാജ്യത്താണ്. ഖത്തറിലാകുമ്പോൾ ഒരു രാജ്യത്താണ്. 45 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു എല്ലാ സ്റ്റേഡിയം. മറ്റത് നമ്മൾ അമേരിക്കയിൽ പോയാൽ പിന്നെ വേറെ 3000 കിലോമീറ്റർ വേറെ സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം. പിന്നെ പോയാൽ മെക്സിക്കോക്ക് പോയാൽ വേറെ രാജ്യത്തേക്ക് പോകണം. കാനഡയ്ക്ക് പോകുമ്പോൾ വേറെ രാജ്യത്തേക്ക് പോകണം. അങ്ങനെ ഫുട്ബോൾ കാണാൻ കഴിയില്ല. ഭയങ്കര പ്രയാസം. മന്ത്രിയൊക്കെ അന്ന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൂടി. എന്നാലും കളി കാര്യമൊക്കെ കാണണമല്ലോ. അതിന് ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രാവശ്യം നടക്കൂല. അല്ല, ഈ റൊണാൾഡോയുടെ വേൾഡ് കപ്പ് കണ്ട ആൾക്കാർക്ക് വേറെ എവിടെയെങ്കിലും പോയിക്കാണ്ട് ദൂര സ്ഥലത്ത് പോയിക്കാണ്ട് കളി കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു സ്ഥലത്ത് മാത്രമായിരുന്നു. 45 കിലോമീറ്റർ 50 കിലോമീറ്റർ ഉള്ളായിരുന്നു എല്ലാ സ്റ്റേഡിയം. പക്ഷെ അത് നടക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്രാവശ്യം നമുക്ക് നടക്കും. ഭയങ്കര സാമ്പത്തികവാദി വരും. അല്ല, ഈ റൊണാൾഡോയുടെ അവസാനത്തെ കളിയാ വേൾഡ് കപ്പാന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കപ്പ് കൊണ്ടുപോയിക്കോട്ടെ എന്നൊരു താല്പര്യമുണ്ടോ? അങ്ങനെ എല്ലാവരും കൂടി ആഗ്രഹിച്ചപ്പോൾ നടക്കുമോ? ഒരു കൂട്ടർക്കല്ലേ കപ്പ് വാങ്ങാൻ പറ്റുള്ളൂ. റൊണാൾഡോ ഉണ്ട്, ഇപ്പം മെസ്സിക്ക് ഇനി ഒന്നും കൂടി വാങ്ങണമെന്നുണ്ടാവും. പുതിയ ആൾക്കാർ ഫ്രാൻസിനെ വിട്ടൊരു കളിയില്ല. അതിപ്പോൾ അടുത്ത കാലത്താണ് ഫ്രാൻസ് ആയത്, എംബാപ്പെ വന്നതിന് ശേഷം. നേരത്തെ ആരായിരുന്നു? നേരത്തെ നമുക്ക് അർജന്റീന ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പിന്നെ ബ്രസീൽ ഉണ്ടായിരുന്നു. കളി ആരാ നല്ല വെച്ചാൽ അതിന്റെ കൂടെ വെക്കും. കാലാനുസൃതമായ മാറ്റമുണ്ട് അല്ലേ? കളിക്കനുസരിച്ച് മാറ്റമുണ്ട്. ആഫ്രിക്കൻ ഫുട്ബോളാണ് നമുക്ക് ഇഷ്ടം. എന്തായാലും അദ്ദേഹത്തിന്റെ ടീം ഫ്രാൻസ് ആണ്. നേരത്തെ അർജന്റീനയുടെ ബ്രസീലിന്റെ ഒക്കെ ആരാധകനായിരുന്നു. ഫ്രാൻസ് കപ്പടിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. മുഹമ്മദ് അഷ്റഫിനൊപ്പം ഗൂഗിൾ വേണുഗോപാൽ, 24 മലപ്പുറം. അർജന്റീനയുടെ ഫ്ലക്സിനെ കടത്തിവെട്ടി വയനാട്ടിൽ ഏറ്റവും വലിയ ഫ്ലക്സ് ഉയർത്തി തോൽപ്പെട്ടിയിലെ ബ്രസീൽ ആരാധകർ. 150 അടി നീളമുള്ള ഫ്ലക്സാണ് ബ്രസീൽ ആരാധകർ ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് 80 അടി നീളമുള്ള ഫ്ലെക്സ് അർജന്റീന ആരാധകർ ഉയർത്തിയിരുന്നു. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലച്ച സമയം. സംസ്ഥാനത്ത് പൊങ്ങിയ 600 അടി ഫ്ലക്സിന്റെ മഹിമയല്ല, കാടിന്റെ നിശബ്ദതയിലും കാൽപന്ത് തീർത്ത ആരവം വയനാട്ടിൽ സൃഷ്ടിച്ചത് ചരിത്രമാണ്. വയനാട്ടിലെ ഏറ്റവും വലിയ ഫ്ലക്സ് എന്ന് പെരുമയോടെ പറയുന്നു കാനറിപ്പടയുടെ ആരാധകർ. ഫുട്ബോൾ ഇന്നും വാശിയുടെ മത്സരമാണ്.
ആരാധകരിലേക്കും ഇരമ്പുന്ന വാശി. തോൽപ്പെട്ടിയിൽ 80 അടി നീളമുള്ള മെസ്സിപ്പടയുടെ ഫ്ലക്സ് ഉയർന്നപ്പോഴും കായികവീര്യത്തോടെയുള്ള ആ വാശി തലതാഴ്ത്തിയില്ല. പൊക്കി അതിനുമേലെ ഒന്ന്. ബ്രസീൽ ഫാൻസ് തോൽപ്പെട്ടിയും തിരുനെല്ലി പഞ്ചായത്ത് എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഒരു ചരിത്രം രചിച്ചിരിക്കുകയാണ്. അർജന്റീനക്കാരപ്പുറത്ത് ഒരു ഫ്ലക്സ് വെച്ച് നമ്മളതിന് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ എപ്പോഴും ഒരു പടി മുന്നിൽ ബ്രസീലുകാരാണെന്ന് തെളിയിച്ചുകൊണ്ട് 10 മടങ്ങ് നമ്മൾ അവരെക്കാൾ വലിയ ഫ്ലക്സുകൾ വെച്ചിരിക്കുകയാണ്. ബ്രസീൽ എന്നാൽ ഇവർക്ക് വികാരമാണ്. പെലെയിൽ തുടങ്ങി റൊണാൾഡോയും കക്കയും കടന്ന് ഇന്ന് നെയ്മറിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരാളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇവരുടെ ആരാധന. അത് ഒരു കാലത്ത് ചിറകടിച്ചുയർന്ന മാനം തൊട്ട കാനറിപ്പടയിന്മേലുള്ള ആത്മവിശ്വാസം കൂടിയാണ്. വയനാട്. കണ്ണൂർ പിലാത്തറയിൽ കാറും സ്വർണവും തട്ടിയെടുത്ത കവർച്ചാ കേസിൽ ഒരാൾ അറസ്റ്റിൽ. 5-ാം പീടിക സ്വദേശിയും BJP പ്രാദേശിക നേതാവുമായ സനു സന്തോഷാണ് അറസ്റ്റിലായത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, എന്താണ് സംഭവം? പ്രവിത, ഗൂഗിൾ ഇന്നലെ ആണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കണ്ണൂർ പിലാത്രയിൽ ഒരാഴ്ച മുന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള കുടുംബത്തെ കവർച്ച ചെയ്താണ്, കാറ് തടഞ്ഞു നിർത്തി കവർച്ച ചെയ്താണ് 55 ലക്ഷം രൂപയും ഒപ്പം തന്നെ സ്വർണവും തട്ടിയെടുത്ത്. അതിനുശേഷം കണ്ണൂർ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. പയ്യന്നൂർ ഡിവൈഎസ്പിക്കായിരുന്നു അന്വേഷണ മേൽനോട്ടത്തിന്റെ ചുമതലയുണ്ടായിരുന്നത്. ഒരു 2 സംഘമായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഇതിലെ പ്രധാന പ്രതി അറസ്റ്റിലാവുന്നത്. കണ്ണൂർ 5-ാം പീടിക സ്വദേശി സനു സന്തോഷാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇയാൾ പ്രാദേശിക BJP പ്രവർത്തകനാണ് എന്നാണ് പോലീസ് പറയുന്നത്. കാസർഗോഡ് അതിർത്തിയായിട്ടുള്ള ഉപ്പളയിൽ വെച്ചാണ് ഈ പ്രതിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്ന 2 വാഹനങ്ങളും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ചാരനിറത്തിലുള്ള ഇന്നോവ കാർ തടഞ്ഞു നിർത്തിയാണ് ഈ കവർച്ച നടത്തിയത് എന്നാണ് അന്ന് ഈ മഹാരാഷ്ട്ര സ്വദേശികളായിട്ടുള്ള കുടുംബം പോലീസിന് നൽകിയിരുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ 2 ഇന്നോവ കാറും പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണവും തുടരുകയാണ്. ഇവരെ ചോദ്യം ചെയ്ത് ഈ സനുവിനെ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റുള്ള പ്രതികൾക്കായുള്ള അന്വേഷണം. അജീഷ്, ഒരു കാര്യം, നേരത്തെ ഈ സ്വർണ്ണ പൊട്ടിക്കൽ സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന് സൂചനയും അതിന് പിന്നാലെ മലപ്പുറവും കണ്ണൂരും കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടന്നിരുന്നല്ലോ. ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന സനുവിന് അത്തരത്തിൽ ഏതെങ്കിലും സംഘവുമായി ബന്ധമുള്ള ആളാണോ? നിലവിൽ അതിനെ കുറിച്ചിട്ടുള്ള വിവരം ലഭ്യമല്ല. എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. അതിൽ 6 പേരായിരുന്നു ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഈ കുടുംബം നൽകിയിരുന്ന മൊഴി. അവർക്ക് ഈ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള സംഘത്തിന് ഇതിൽ പങ്കുണ്ട് എന്ന് പോലീസ് കരുതിയിരുന്നു. ആ സംഘങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം നടന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഇയാൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ 2 ജില്ലകളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെയുമാണ് അവരുടെ കാർ തടഞ്ഞ് ആക്രമിച്ച് സ്വർണവും പണവും കവർന്നതിലാണ് ഇപ്പോൾ ഒരു BJP പ്രാദേശിക പ്രവർത്തകനായ സനു കണ്ണൂർ സ്വദേശി അറസ്റ്റിലായിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി സ്മാർട്ട് ക്രിയേഷൻസ് മുൻ അഭിഭാഷകൻ KV പ്രദീപിനെ നിയമിച്ചതിൽ സർക്കാർ പ്രതിരോധത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കേസിലെ പ്രതിയുടെ വക്കീൽ തന്നെ ദേവസ്വം അഭിഭാഷകനായി എത്തുന്നതാണ് വിവാദമായത്. മേഘ്ന മുരളിയുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, ഈ നിയമനവുമായി ബന്ധപ്പെട്ട് അത് മുഖ്യമന്ത്രിയുടെ ഡിസ്ക്രിപ്ഷന് വിട്ടതാണ്, മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനവും എടുത്തത് എന്ന് ഇന്നലെ ഒടുവിൽ കെ മുരളീധരൻ പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞത് പ്രതികളുടെ ദൗർബല്യം അറിയാവുന്ന ആൾ വക്കീലായി വരുന്നത് നല്ലതാണല്ലോ, പ്രതിവാദത്തിന്റെ ദൗർബല്യം അറിയാവുന്ന ആൾ വരുന്നത്. പക്ഷേ ഈ ന്യായങ്ങളൊന്നും വിലപ്പോകുന്നില്ല, അല്ലെങ്കിൽ കടുത്ത വിമർശനം ഇക്കാര്യത്തിൽ സ്വർണ്ണക്കൊള്ള കേസിലെ UDFന്റെ രാഷ്ട്രീയ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് വരുമ്പോൾ ഇനി എന്താണ് പോംവഴി? ഗോകുൽ, തീർച്ചയായും UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് അത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമാക്കി തന്നെയാണ്. അതും ഒരു വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ പ്രതിഭാഗത്തിൽ നിന്ന് തന്നെ പ്രതിഭാഗം സ്മാർട്ട് ക്രിയേഷൻസിന്റെ മുൻ അഭിഭാഷകനായിട്ടുള്ള KB പ്രദീപിനെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചിരിക്കുന്നത്. അതിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 9-ാം പ്രതിയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അതിന്റെ മുൻ അഭിഭാഷകൻ, ഈ മാധ്യമങ്ങളടക്കം ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗമറിയാനായി
അതിന്റെ വിശദീകരണങ്ങളൊക്കെ അറിയാനായി KB പ്രദീപിനെ സമീപിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോഴാണ് പുതിയൊരു നിയമനം ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ടൊരു നിയമനം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഇനി ഹൈക്കോടതിയിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അത് ആദ്യം പരിശോധിക്കുക, ആദ്യം കൈകളിലെത്തുക സർക്കാർ പ്ലീഡർക്കാണ്, സർക്കാർ അഭിഭാഷകനാണ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം എത്തുക ഈ പ്രതിഭാഗത്തിന്റെ മുൻ വക്കീലിനായിരിക്കും എന്നുള്ളതാണ്. അത് യഥേഷ്ടം പരിശോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു ആശങ്കയായി വരികയും ചെയ്യുന്നത്. അതിൽ K മുരളീധരന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അത് VD സതീശന്റെ മേൽനോട്ടത്തിൽ നടത്തിയ ഒരു നിയമനം എന്നുള്ളതാണ്. മുന്നേ ദേവസ്വം ബോർഡിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്ന പ്രത്യേക ഒരു പോസ്റ്റ് തസ്തിക നിർമ്മിച്ചാണ് ഇപ്പോൾ KB പ്രദീപിനെ അവിടെ നിയമിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഒരു നിയമനം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് അത്ര ലാഘവത്തോടെ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കൂടാതെ അത് വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചന നടത്താതെയാണോ ഈ നിയമനം നടത്തിയതെന്നടക്കമുള്ള ചോദ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും അതിൽ ഈ പ്രതിഭാഗത്തിന്റെ വക്കീലിനെ നിയമിച്ചതിൽ വലിയ ഒരു വിമർശനം ഉയരുന്നുണ്ട്. സർക്കാർ പ്രതിരോധത്തിലാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ ഗൗരവമുള്ള ഒരു നിയമനമായി തന്നെയാണ് ഇതിനെ കാണാനും കഴിയുക. കാരണം ഈ രേഖകളൊക്കെ ഒരു പ്രതിയുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ എത്തുമെന്നുള്ള കാര്യമാണ് ഒരാശങ്കയായി വരുന്നത്. അതുപോലെ തന്നെ SIT സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളും കൂടുതൽ ആദ്യം കാണാനാവുക ഈ പ്രതിഭാഗത്തിന്റെ മുൻ അഭിഭാഷകനായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് വിലയിരുത്തേണ്ടത്. തീർച്ചയായും ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദവും വിമർശനവും ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ. മുമ്പുണ്ടായിരുന്ന സീനിയർ പ്ലീഡർ ഇല്ല, ഈ സ്പെഷ്യൽ പ്ലീഡറെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കായിരിക്കും എല്ലാ കേസുകളും വരിക. അദ്ദേഹം മുമ്പ് അമിക്കസ് ക്യൂറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ് പ്രവൃത്തി പരിചയമായി പറയുന്നതിൽ പോലും. പ്രധാനപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനായിരുന്നു എന്നത് അവിടെ തന്നെ നിലനിൽക്കും. അത് വലിയ വിമർശനവും ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ വരുന്നൊരു അപ്ഡേറ്റ് ആണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് കിണാശ്ശേരിയിൽ 195 ഗ്രാം MDMA പിടികൂടി. ഉദയം ഹോമിലെ മുഹമ്മദ് ജാവേദ് ഖാനാണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജാവേദ് ഖാൻ കാപ്പ കേസിൽ 4 ദിവസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അനീഷ്, കാപ്പ കേസിൽ 4 ദിവസം മുൻപ് ഇറങ്ങിയ ആളുടെ കൈവശത്ത് നിന്നാണ് ഇപ്പോൾ 195 ഗ്രാം MDMA പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ഈ പ്രധാന കണ്ണിയാണോ MDMA വിതരണവുമായി ബന്ധപ്പെട്ടും മറ്റ് മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടും എന്താണ് പോലീസ് പറയുന്നത്? ഗോകുൽ, കോഴിക്കോട് ജില്ലയിൽ പോലീസും അതുപോലെ ഡാൻസ് ഓഫ് സംഘവും ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശക്തമായ പരിശോധനകളാണ് നടത്തിവരുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫും കസബ പോലീസും സംയുക്തമായി നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ MDMA പിടികൂടിയിരിക്കുന്നത്. ഈ കോഴിക്കോട് ഉദയം ഹോമിലെ മുഹമ്മദ് ജാവേദ് എന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മാങ്കാവിന് സമീപം ഇണശ്ശേരിയിലെ ഒരു സ്വകാര്യ ലോഡ്ജിൽ ഇന്ന് പുലർച്ചെ നടത്തിയ റെയ്ഡിലാണ് ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. ഈ പ്രതിയുടെ ഈ ലോഡ്ജിൽ നിന്നും ചെറിയ പാക്കറ്റിലായി സൂക്ഷിച്ച 195 ഗ്രാം MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു കാപ്പ കേസിലെ പ്രതിയായിരുന്നു. കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. അപ്പോഴപ്പോൾ വീണ്ടും MDMAയുമായി പിടികൂടിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കോഴിക്കോട് നഗരത്തിലും അതുപോലെ ജില്ലയുടെ മറ്റു മേഖലയിലും ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും തീരുമാനം. പ്രവിധ, ഗോകുൽ. ശരി അനീഷ്, ഏതായാലും ചെറിയ അളവല്ല, അതും ജയിലിൽ നിന്ന് ഇറങ്ങി 4-ാം ദിവസം തന്നെ വീണ്ടും ലഹരി കച്ചവടത്തിന് ഇറങ്ങുകയാണ്. അതും കാപ്പ കേസ് പ്രതി കൂടി ആയിരുന്ന ആൾ. ഇതോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.